ശ്രീ സായിറാം. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് സുപ്രധാന നിയമങ്ങളിലെ സുപ്രധാന വസ്തുതകൾ എന്നതാണ്. അതിൽ ആദ്യമായി നമ്മൾ എടുക്കുന്നത് പോക്സോ നിയമത്തെക്കുറിച്ചാണ്. പോക്സോ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക അതിക്രമണങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. കൃത്യമായി മനസ്സിലുറപ്പിക്കുക, പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അതിൽ ആൺ പെൺ വ്യത്യാസം ഇല്ല, പ്രത്യേകം ഓർത്തിരിക്കുക. എന്നാൽ അതേസമയം ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്. പോക്സോ കേസ് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം? മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, ചൈൽഡ് ലൈൻ, സ്കൂൾ അതോറിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാർ, അതുപോലെ തന്നെ ഏതൊരു കുട്ടിക്കും പൊതുജനങ്ങൾക്കും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്കാണ്? ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ, നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് 1098. അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇവർക്ക് പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ സാധിക്കും. പോക്സോ ആക്ട് അമെൻമെന്റ് വന്നത് 2019 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ വകുപ്പുകൾ 4, 2, 5, 6, 9, 14, 15, 34, 42, 45 എന്നിവയാണ്. പോക്സോ നിയമത്തിന്റെ ചില സവിശേഷതകൾ. ആൺപെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് പോക്സോ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോക്സോ നിയമത്തിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം റിപ്പോർട്ട് ചെയ്യുവാനുള്ള സമയപരിധി പ്രതിപാദിക്കുന്നില്ല. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെടട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സായിറാം. 7 सारी शतवर्ष जन्म